ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐസമോളും ഉണ്ട്. ഒപ്പം ഇന്നും ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആണല്ലോ. ഞാൻ പറയട്ടെ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങാടി പോയപ്പോൾ ബേബിയൊക്കെ അങ്ങാടി പോയപ്പോൾ ചെമ്മീൻ കണ്ടപ്പോൾ ചെമ്മീൻ കുറച്ച് വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ചെമ്മീൻ ബിരിയാണി തിന്നിട്ടില്ല, ഇതുവരെ തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെമ്മീൻ ബിരിയാണി തിന്നണം എന്നൊരു പൂതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി തിന്നാൻ പോണത്. അതും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നാൻ പോവുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ അടിച്ചു നോക്കി ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചെമ്മീനെ ആ കായൊക്കെ തേച്ച് വെച്ചിട്ടോ. കായം തേച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ കായൊക്കെ തേച്ച് വെച്ചു. അപ്പം ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കാമെന്ന് കരുതി. ഏതായാലും കായൊക്കെ തേച്ച് വെച്ചല്ലേ. അപ്പോൾ ഇത് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കാനുള്ള ചെമ്പ് കേട്ടോ. അപ്പം ഇനി ഉണ്ടാക്കട്ടെ. മീനടെ വേവാൻ വെച്ചു കേട്ടോ. അപ്പം ചോറ് ഇതാട്ടടെ ഫ്രിഡ്ജ് തുറക്കുക, അതിനെന്തൊക്കെ എടുക്കുക, അയക്കനെ വെക്കുക, അതൊക്കെയാണ് അവളെ പണി. അപ്പോൾ ചെമ്മീനാട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാന്ന് കരുതിട്ടോ. കായൊക്കെ തേച്ചല്ല. അപ്പോൾ ചട്ടി വെച്ചിന്. അപ്പം ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ കാണാം. ചട്ടി എണ്ണയൊക്കെ ഒഴിച്ച് വെക്കണം കേട്ടോ. വെക്കുക, ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഉള്ളിനെ പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ചെമ്മീൻ ഇതാട്ടോ അപ്പുറത്ത് കുറച്ചും കൂടി ഉണ്ട് ചെമ്മീൻ. അതൊന്ന് വാട്ടിയെടുക്കാനായിരുന്നു. നല്ലോണം അങ്ങനെ വേവിക്കാതെ. ഇത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൈ കൊണ്ട് കഴിയണില്ല. അപ്പം ഇത് നല്ലോണം അങ്ങനെയല്ലേ പൊരിഞ്ഞ് വരണം കേട്ടോ ഉള്ളി. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉള്ളിനെ അങ്ങനെ പൊരിച്ചലൊന്നുമില്ല, വാട്ടിയെടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നല്ല പൊരിച്ചെടുക്കണം എന്നൊക്കെ പറയണം. അപ്പം ഇനി ഇത് നല്ലോണം ഒന്ന് വാടട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ പൊരിച്ചെടുത്തിട്ടോ, നല്ല പാകത്തിന് കിട്ടീന്. ഇനി നമ്മൾ അണ്ടിയും അതേപോലെ മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഉള്ളിനെ കോരിയപ്പോൾ എടുക്കാനില്ല കേട്ടോ. അപ്പോൾ നല്ല പാകമായി കിട്ടീന്. മസാല ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഓയിൽ എന്താക്കി ഇതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ചോറിന് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. അതെ എണ്ണ ചൂടായപ്പം പിന്നെ ഫോണും ഇതും കൂടി കഴിഞ്ഞില്ല. പിന്നെ മസാല ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഒക്കെപ്പാടെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിക്ക് ഇതാ എണ്ണയ്ക്ക് പട്ടിയും പൂവും ഇതൊക്കെ ഇട്ടിക്കാണ്ട് ഈ ഇല ആരോടെങ്കിലും ഉണ്ടോ? ഈ ഇല ഇട്ടാൽ നല്ല രസമാണ് ചോറ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ചോറ് തിളക്കട്ടിട്ടഞ്ഞ് അരി ഇട്ടിന്. അപ്പം നമുക്ക് മസാല റെഡിയാക്കാം. തക്കാളിയൊക്കെ എല്ലാം വെന്ത് ചോറ് റെഡിയാക്കി ചോറ് റെഡിയാക്കിയപ്പോഴത്തേനും മസാലയൊക്കെ വെന്തിട്ടു. അല്ല തക്കാളി വെന്ത് വന്നിന്. അപ്പം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി എന്നാ പറഞ്ഞു. കുറച്ചിട്ടി തോനാകുമ്പോൾ നമ്മൾ ചോറ് ഇട്ട് കുഴക്കണതായതുകൊണ്ട് തോന മസാലപ്പൊടി ഇട്ടാൽ കുത്തൽ വരും. അപ്പം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ. പിന്നെ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അധികം മസാലപ്പൊടികളൊന്നും ഇടില്ല. എന്തായത് മോളെ ഒക്കെ കാണാനും വേണ്ടി കസാലയൊക്കെ നീക്കി വരികയാണ്. ഇത് പിന്നെ നമ്മൾ പെരയിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടി കേട്ടോ. ഉഗല്ല കേട്ടോ ഐസമോളെ. ചട്ടി മാത്രമൊക്കെ എടുക്കേണ്ടത്. ഇത് വലിയ ചട്ടിയായിട്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മളെ ബുഗ് കിട്ടോ ഐസമോളെ. നമ്മൾ പൊടിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ടാ ഇട്ട് കൊടുക്കുക.
അതിന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടോ. അത് നമ്മളെ ചോറുക്ക് ഇടാനും നമ്മൾ ദമ്മിടുമ്പോൾ ഇടാനും വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടോ. ആ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ചോറ് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ സിമ്മാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ മസാല നല്ല അടിപൊളിയായി റെഡിയായി. കുരുമുളക് ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുരുമുളകും പൊടി ഇട്ടെടുത്ത്. അപ്പോൾ അത് ഇങ്ങനെ അതിൽ നിന്നൊന്നിങ്ങനെ തിളക്കട്ടെ കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് ഇടാൻ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ദമ്മിടാം കേട്ടോ. മസാലയൊക്കെ റെഡി ആയിട്ടോ. ഇനി ദമ്മിട്ടാൽ മതി. അപ്പോൾ ചോറും വേവൊക്കെ ആയിനി ഒന്ന് അതിലൊന്നും ഇങ്ങനെ നിൽക്കട്ടെ വിചാരിച്ച്. അപ്പം നമുക്കൊന്ന് ദമ്മിടാം കേട്ടോ. രണ്ടും കൂടി ഫോണും ഇതൊക്കെ പാടെ കഴിക്കണമല്ലേ. അപ്പം ഞാൻ ദമ്മിട കാണിച്ചു തരാം. ഈ ദമ്മിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേൾക്കാനുള്ള പാത്രങ്ങളാട്ടോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. എൻ്റെതാകെ ഈ ഒരു പാത്രം ഉള്ളതിൽ. പിന്നെ ഇതും ബാക്കിയൊക്കെ ഇതും എൻ്റെതാട്ടോ. ബാക്കി ഈ കാണുന്ന മുഴുവൻ ഐസമോള് കുക്ക് ചെയ്ത പാത്രങ്ങളാണ്. ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഒരു വിധം ഒന്ന് ഒതുങ്ങി. അപ്പം ഞാൻ കാണിച്ചു തരട്ടെ. നമ്മൾ ചോറൊന്നുമില്ലേ മൊത്തത്തിലൊന്ന് ആ ചോറ് പറഞ്ഞാൽ ബിരിയാണിയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഇറച്ചി വേറെ ചോറ് വേറെ അല്ലേ. ഇത് അങ്ങനെ ഇല്ലല്ലോ. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കണമല്ലോ. അപ്പോൾ അതൊന്ന് ഇളക്കും വേണം. പിന്നെ ക്ലീൻ ആക്കിയതും ഇതൊക്കെ ഒന്ന് കാണിച്ചും തരട്ടോ. കിച്ചൺ ഇവിടെയൊക്കെ ഫുള്ളും അലമ്പേനിട്ടോ. നേലും ഒക്കെ ഒന്ന് ക്ലീനാക്കി. കുറേ ലോഡ് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇനി നമ്മളെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളെ ബിരിയാണി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. ചോറ് സെറ്റായിട്ടോ. അടിപൊളി. കാണാനൊക്കെ അടിപൊളിയാണ്. ഇനി ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ തിന്ന് നോക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കട്ടോ. ചെമ്മീൻ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. ആദ്യമായിട്ട് തിന്നാനും പോകാട്ടോ. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ഇനി ഒന്നും കൂടി ഒന്നിങ്ങനെ മിക്സ് ആക്കാണ്ട്. ചോറൊക്കെ റെഡി ആയിട്ടോ. എന്തേലും ചെമ്മീൻ ബിരിയാണി റെഡി ആയിന്. ഇനി തിന്നാൻ പോവാണ്. അപ്പോൾ ഐസമോളും ഉണ്ട്. ബേബി ഞാനും ചോറുന്നാണ്. ഓളെ ചോറുന്നലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു ബേബി. അപ്പം ഞാൻ തിന്നോക്കട്ടെ. കുറച്ച് ഞാൻ ഐസമോക്ക് കൊടുത്തപ്പോൾ തിന്നോക്കീനി. അണ്ടി പൊറുക്കാൻ നിൽക്കണോള്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഞാനിട്ടോ ചെമ്മീൻ ബിരിയാണി വെച്ച് തിന്ന്. ഇതുവരെ തിന്നിട്ടില്ലേനി. ഇന്ന് തിന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ആദ്യമായിട്ട് തിന്നണായതുകൊണ്ടോ എന്തോ അറിയില്ല. എനിക്ക് ആദ്യമായി ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചോറ് നല്ല രസമുണ്ടായിന്ന്. ഓള് ആ വാതിൽ ഇങ്ങനെ തുറക്കുക അതാണ് ഓളെ പണി. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യട്ടോ. കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയേ. അപ്പോൾ ഇന്നത്തതൊരു കുക്കിംഗ് വീഡിയോ ആയിനി. അപ്പം ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ.